ഹായ്, അപ്പൊ നമ്മൾ അർഷത്തിന്റെ ഡെക്കറേഷൻ പരിപാടിക്കാണ് വന്നിട്ടുള്ളത്. നാളെ നമ്മുടെ ഇവിടെ അർഷത്തിന്റെ പരിപാടി ഉള്ളത്. അവിടെ ആരെങ്കിലും പരിപാടിയാണ് നടക്കണമെങ്കിൽ ഇവിടെ നടക്കുന്ന പെയിന്റിങ്ങിന്റെ പരിപാടിയാണ് ഭയ കാണിച്ചത്. ഇതാണ് നമ്മളെ റപ്പ് ആൻമരി ഇപ്പൊ കാറിനാണ് പെയിന്റ് കൊടുത്തോണ്ടിരിക്കുന്നത്. അനന്യ. അപ്പൊ അനന്യക്ക് എന്താണ് ഒയാസിസ് വന്നിട്ടുള്ള അഭിപ്രായം നമുക്ക് ചോദിച്ചു. നല്ല അഭിപ്രായം. കാരണം ഇത്രയും വയ്യാത്തവരെ ഹെൽപ്പ് ചെയ്യുന്ന പരിപാടി. ഇവിടെ നമ്മുടെ അർഷത്തിന് തന്നെ കുട്ടികൾക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ദൃശ്യ അമിത് മാച്ചിലെ കൂടി വൻ പെയിന്റ് അടിയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് താങ്കളുടെ പെയിന്റ് കൊടുക്കുന്നതിന്റെ എക്സ്പീരിയൻസ്? ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം എനിക്ക് മാജിലേക്കും പഠിത്തം നിർത്തി പെയിന്റ് പണിക്ക് പോകാനാണ് ഞങ്ങളത്. ഓ, ആ വലിയ തീരുമാനമാണ്. ഇതാണ് നമ്മുടെ ഈസിയുടെ റപ്പ് അപർണ. നിങ്ങൾ തന്നെയാണ്. എന്താണ് അപർണക്ക് ഈ പരിപാടിയെ മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം? വളരെ നല്ല പരിപാടിയാണ്. ഇത് ഭയങ്കര നല്ല പരിപാടിയാണ്. നമുക്ക് വെറുതെ ഇരുന്ന് ഡ്യൂട്ടിയിലേക്ക് കിട്ടുന്ന പരിപാടിയാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് അപർണ വന്നിട്ടുള്ളത്. മെയിൻ ആക്ടറിനെയാണ്. അപ്പൊ നമുക്ക് പ്രത്യുഷ് ചേട്ടനോട് നമ്മുടെ സീനിയർ ആണ്, മൂപ്പരോട് ചോദിക്കുക എങ്ങനെ ഉണ്ടായി ആൻമരിയുടെ ഇന്നലത്തെ കെസറ്റിന്റെ പാട്ട് സീനായിരുന്നു. അവള് പക്ക വലിയ വലിയ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് പോലെ അവള് പിന്നാലെ ആ കറക്റ്റ് ഓഡിയൻസിനെ ഫുൾ എന്റർടൈൻ ചെയ്താണ് ആ രീതിയിലായിരുന്നു. അതിന്റെ വീഡിയോ എഡിറ്റ് എല്ലാം വരുന്നതായിരിക്കും അല്ലെ? പിള്ളേരൊക്കെ എഡിറ്റ് ചെയ്തോണ്ടിരിക്കും. കമ്മിങ് സൂൺ. നല്ല നല്ല സ്റ്റോറി ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ എല്ലാവരും പെർഫോം ചെയ്യാം, ഇതുപോലെ എല്ലാവരും അടിച്ചു വിളിക്കാം. ഹോളി തൂക്കിയ പോലെ അർഷം തൂക്കാൻ വേണ്ടി ഇതാ നമ്മുടെ ആദ്യത്തെ എത്തിയിട്ടുണ്ട്. അങ്ങനെ തലേ ദിവസം എല്ലാ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം നമുക്ക് പറഞ്ഞ് അർഷങ്ങടെ എത്തി. നമ്മുടെ കോളേജിലത്തെ ജൂനിയേഴ്സും സീനിയേഴ്സും എല്ലാവരും കൂടി വർക്ക് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ഒയാസിസിന്റെ ഹർഷം എന്ന് പറയുന്നത്. അപ്പോൾ വേദിയിൽ നമ്മുടെ ഇവിടുത്തെ കളക്ടറും എല്ലാവരും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇവരുടെ ഇങ്ങനത്തെ പരിപാടികളും അത്രയും ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ സ്റ്റെപ്പും അതിൻ്റെതായിട്ടുള്ള ഓർഡറിൽ ഒരാൾ പോലും അത് മറക്കണില്ല എന്നുള്ളതാണ് ആ ഒരു പോയിന്റ്. പാട്ടായിട്ടും ഡാൻസായിട്ടും അങ്ങനെ ഒരുപാട് കലാപരിപാടികളാണ് അവരുടെ കയ്യിലുണ്ടായിരുന്നത്. അങ്ങനെ കലാപരിപാടിക്ക് ശേഷം അവർക്ക് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. എൻ്റെ പേര് ദാനിയ എന്നാണ്. ഞാൻ SCCC. എൻ്റെ പേര് നേഹ എന്നാണ്. ഞാൻ S6 മെക്കാനിക്കൽ. നിങ്ങളെ വിളിച്ചത് ഒയാസിസ് എന്താണ് ഹർഷം എന്താണ് പറയാൻ വേണ്ടിയിട്ടാണ്. ഒയാസിസ് പറഞ്ഞാൽ നമ്മുടെ കോളേജിൽ നടക്കുന്ന എല്ലാ ക്ലബിനെയും പോലെ നടക്കുന്ന ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലബ്ബാണ്. നമ്മളിങ്ങനെ ഓരോ സർവീസസ് ചെയ്യുന്നുണ്ട്. നമ്മൾ NSS എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ക്ലബ്ബ്. നമുക്ക് രജിസ്ട്രേഷൻ ഒന്നും ഇല്ല. നമ്മളിങ്ങനെ ഓരോ വർക്ക് നമ്മൾ പരീക്ഷ നടത്തും. പക്ഷെ അത് നമ്മുടെ കോളേജിൻ്റെ നമ്മളെ കോളേജ് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലുണ്ടായിരുന്നു. ഇത് മുബാരക് സാറ് തുടങ്ങിയ ഒരു ക്ലബ്ബാണ്. സാറ് ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയപ്പോൾ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ തുടങ്ങും. അതുപോലെ ഇനിയിപ്പോൾ സാറ് കോഴിക്കോട് തുടങ്ങുമെന്ന് പറയുന്നുണ്ട്. ഇത് പറഞ്ഞാൽ നമ്മൾ ഇക്ഷ നടത്തും. ഇക്ഷ ബുക്ക് വെച്ചിട്ട് നമ്മൾ ബുക്കെല്ലാം കളക്ട് ചെയ്തിട്ട് ഇതുപോലെ ആവശ്യമുള്ള വായനക്കാർക്കിലേക്ക് എത്തിക്കും. പിന്നെ പറഞ്ഞാൽ റെക്രൂട്ട് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യും. ഓൾഡേജ് ഹോം അതുപോലെ ഓർഫനേജസ് ചെയ്ത്. പിന്നെ ഏറ്റവും മെയിനായിട്ടുള്ളതാണ് ഹർഷം. അതാണ് നമ്മൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹർഷം എന്ന് പറയുന്നത് അതായത് ബാക്കി സ്കൂളിലെ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ കലോത്സവം അങ്ങനെയൊക്കെ വെക്കും. അപ്പം ഇതുപോലെ ഉള്ള പിള്ളേർക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ വെക്കാറൊന്നുമില്ല. അപ്പം അവർക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കാനും അത് അവർക്കും ഒരു സന്തോഷം. അവരിവിടെ വരുമ്പം ഇവിടെ ഉള്ളവർക്ക് കുറേ മാറ്റമൊക്കെ വരും. അവരിങ്ങനെ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പം അതായത് ഒരു കോളേജ് മൊത്തം ഒരുമിച്ച് നിൽക്കുന്ന ഏറ്റവും ഇവിടെ ഇതുവരെ നടക്കുന്ന എല്ലാ പരിപാടിയിലും എല്ലാവരും ഒരുമിച്ച് നിന്ന് അടിപൊളിയായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ് ഹർഷം എന്ന് പറയുന്ന പരിപാടി. അവരുടെ പ്രോഗ്രാംസ് കാണുമ്പോൾ നമുക്ക് ഇത്രയും നമ്മളൊക്കെ വെറുതെ ഇരിക്കുകയാണല്ലോ. അത്രയും പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്യും. അപ്പോൾ താങ്ക് യു. അപ്പോൾ നമ്മുടെ സീനിയേഴ്സിൻ്റെ വർത്തമാനത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഒയാസിസ്, എന്താണ് ഹർഷം. അപ്പോൾ ഇതിനൊക്കെ ശേഷം നമ്മൾ നേരെ പോയത് മാജിക് ഷോ കാണാൻ വേണ്ടിയിട്ടാണ്. അവരൊക്കെ അത്രയും എൻ്റർടൈൻ ചെയ്തൊരു പരിപാടിയായിരുന്നു മാജിക് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലൈക്ക് അത്രയും ഇൻട്രസ്റ്റിങ്, അവർ ഭയങ്കര കൗതുകത്തിൽ നമുക്ക് തന്നെ നോക്കിയിരിക്കാൻ തോന്നുന്നു അവരെ ആക്ഷൻസും ചിരിയൊക്കെ കാണുമ്പോൾ. അങ്ങനെ നമ്മൾ ഓർക്ക് ഇങ്ങനെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം പരിപാടി വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ ഓക്കെ, ബൈ.